7.2 കോടി ആൾക്കാരാവാം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അത് 2030 ആവുന്ന ഒരു 10 കോടി ആവുന്ന അവരുടെ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ഹ്യൂജ് റിക്വയർമെന്റ്സിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് വരുമ്പോഴാണ് ആ ഒരു ഫീൽഡ് ഡെവലപ്പ് ആവുന്നുള്ളൂ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സേഫ് ആണെന്നാണ് നമ്മൾ പറയാറ്. കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്സിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെയും 3x പ്രൊജക്ട്സ് ആണ് നെക്സ്റ്റ് 10 ഇയറിൽ വരാൻ പോകുന്നത്. നെക്സ്റ്റ് ഇയർ 2025 നമ്മൾ വീണ്ടും ഇരിക്കും. അപ്പോൾ നമ്മൾ മിനിമം 1500 എന്നുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഉണ്ടാവും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് സന്തോഷ് സാറാണ്. സന്തോഷ് സാറിന് ഇൻഡസ്ട്രിയിൽ 32+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. MEP ഫീൽഡിലാണ് സാർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഷൈമൻ സാർ ഉണ്ട്. ഷൈമൻ സാറ് 16+ ഇയേഴ്സ് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അഗൈൻ മെക്കാനിക്കൽ ഫീൽഡിലാണ് സാർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളിവിടെ നവീൻ സാർ ഉണ്ട്. സിവിൽ സ്ട്രക്ചറൽ ഫീൽഡിലാണ് നവീൻ സാർ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്സ്കില്ലിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2023 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. 2023 ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്ക് 100+ പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ദെൻ 2024 ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്ക് 500+ പ്ലേസ്മെന്റ് ഉണ്ടായി. നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ 100 പ്ലേസ്മെന്റ്, നെക്സ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ അത് 4 ടൈംസ് മൾട്ടിപ്ലൈ ആയിട്ടുള്ളത്, അതായത് 500ലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 1 ഇയർ സ്പാനിൽ നമ്മൾ 400 ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് 2025 ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്കത് 1500 ആക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ നമുക്ക് അത് എങ്ങനെ ആക്കാൻ പറ്റും, എങ്ങനെ ആക്കാന്നുള്ളതിന് നമ്മൾ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ അറിയണം. എന്നാലും മാത്രമാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ, നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ആദ്യമായിട്ട് സന്തോഷ് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രീൻ്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു സ്കോപ്പ്? കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല ഭാവിയാണുള്ളത്. നമ്മളിപ്പം ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിയർ ബൈ മീന റീജിയനിൽ എടുക്കുകയാണെങ്കിലും വലിയ വലിയ കൺസ്ട്രക്ഷനാണ് വരുന്നത്. ബേസിക്കലി നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏകദേശം ഒരു 7.2 കോടി ആൾക്കാരാവാം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അത് 2030 ആവുന്ന ഒരു 10 കോടി ആവുന്ന അവരുടെ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് അടുത്താണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു കൊച്ചു കേരളം പോലെ ഇവിടെ പോയി കഴിഞ്ഞാൽ ദുബൈയിലാണെങ്കിലും സൗദിയിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട്ലി ആൾക്കാരാണ്. പിന്നെ ലൈഫ് സ്റ്റൈലിന് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല വിസ പ്രോസസ്സിങ് അതൊക്കെ എളുപ്പമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം ഫ്ലൈറ്റിൽ തന്നെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ബോംബെ പോകുന്ന അത്രയും ദൂരമേ ഉള്ളൂ ബേസിക്കലായിട്ട്. അപ്പം അങ്ങനെ വരുന്നുണ്ടേ അവിടെ മിഡിൽ ഈസ്റ്റ് ഞാൻ പറയാൻ കാരണം അവിടെ വലിയ എക്സ്പാൻഷൻ വരെയാണ്. അവർക്ക് വിഷനുണ്ട്. ഈവൻ സൗദി ആണെങ്കിലും ദുബൈയിലാണെങ്കിലും അവിടെയൊക്കെ വലിയ എക്സ്പാൻഷൻ ആകുന്നുണ്ട്. അപ്പം അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫ്യൂച്ചറാണ്. പക്ഷെ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രോത്ത് വരുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ, അതായത് നമ്മുടെ ഗ്രോത്ത് വളരാൻ അല്ലെങ്കിൽ നമ്മുടെ കരിയർ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുക. അപ്പോൾ ആ ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്യണം ബേസിക്കലി. അന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് മാത്രമല്ല ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പ് ആയിരിക്കും ബേസിക്കലി. സന്തോഷ് സാർ പറഞ്ഞ അതേ കാര്യത്തിനോടുകൂടി തന്നെയാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ തന്നെയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഏറ്റവും കൂടുതൽ കരിയർ ഗ്രോത്തും ഉള്ളത്. ഇപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലത്തെ പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിലുള്ള പ്രൊജക്റ്റുകളെല്ലാം ഓൾറെഡി അവാർഡായി കിടക്കുന്ന കൺട്രീസാണ്. 2030 വരെയുള്ള പ്രൊജക്റ്റുകൾ UAE പ്രൊജക്റ്റുകളെല്ലാം ഡിസൈൻ സ്റ്റേജിലും അവാർഡായി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ പിക്ചർ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ക്ലിയർ ആണ്. 2030 വരെയും എത്ര കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ അവിടെ ഡിസൈൻ സ്റ്റേജിൽ അണ്ടർ കൺസ്ട്രക്ഷനിലോട്ട് വരുന്നു, എത്ര റെസിഡൻഷ്യൽ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നമ്മൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഫ്യൂച്ചർ നമുക്ക് ഇപ്പം തന്നെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എത്ര പ്രൊജക്റ്റുകൾ അവിടെ വരുന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചറിലോട്ട് വരുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വളരെ ക്ലിയർ ആണ്.
ഇപ്പൊ അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിൽ വരുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ഹ്യൂജ് റിക്വയർമെന്റ്സിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാർ എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ? എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ്കോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ടാവും, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വിൽ ഗ്രോ. ഇത് ഉണ്ടാവുമ്പോൾ ആക്ച്വലി ഇനി ഇൻ ഫ്യൂച്ചർ വരാൻ വേണ്ടി പോകുന്നത് മണി ഇസ് എ മാറ്റർ, ടൈം ഇസ് എ മാറ്റർ. അപ്പോൾ ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ടൈം ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അതനുസരിച്ച് ഒരു ഫണ്ട് ആയിരിക്കും ഒരു പ്രൊജക്ടിന് വേണ്ടി കരുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ആ ടൈം ഡിലേ വരുമ്പോഴേക്കും ആ പ്രൊജക്ട് കോസ്റ്റ് കൂടും. സോ അത് മൂലം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടൊരു ഫണ്ട് അവിടെ ഇറക്കപ്പെടുകയാണ്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് പ്രൊഫഷണൽസ് വരുന്നുള്ളതാണ്. അത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്സ്കില്ലിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അപ്സ്കില്ലിംഗ് കൊണ്ടുവരുമ്പോൾ ആ പ്രൊഫഷൻ ഇപ്പൊ മേ ബി ഇൻ ബിം എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ഫീൽഡാണ്. സോ ബിം എന്നൊരു കാറ്റഗറി വരുന്നു, സ്ട്രക്ചറൽ ഡിസൈനിങ് വരുന്നു, അതായിട്ട് ക്വാണ്ടിറ്റി സർവേ പരമായിട്ട് എസ്റ്റിമേഷൻ കാര്യങ്ങൾ വരുന്നു. സോ ഇതേപോലത്തെ ഓരോ പ്രൊഫഷണൽസും അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫീൽഡിലോട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. സോ എൻ്റെ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് വരുമ്പോഴാണ് ആ ഒരു ഫീൽഡ് ഡെവലപ്പ് ആവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അതിനൊരു ഡിമിനിഷിംഗ് സ്റ്റേജിലേക്ക് പോകും. സോ ഒരു ഫേം വളരണമെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും അഡ്വാൻസ്ഡ് ആയിരിക്കണം. സോ ഒരു ഫേം ആൾക്കാർ റിക്രൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ റിക്രൂട്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഇസ് മൈ പോയിന്റ്. ഞാനിതിന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ സിവിൽ എഞ്ചിനീയേഴ്സിന് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് IT, കോംസ്, കമ്പ്യൂട്ടർ സയൻസ് അവരൊക്കെ കളിയാക്കുന്നു. നിങ്ങൾക്ക് വലിയ സ്കോപ്പ് ഇല്ല, ഫ്യൂച്ചറില്ല, അങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഞാൻ പറയണ്ടത്, നിങ്ങളൊരു IT ഹബ്ബ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ബിൽഡിംഗ് വേണം, അവിടത്തേക്ക് വരാനൊരു റോഡ് വേണം, നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ വീട് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മള് സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് സേഫ് ആണെന്നാണ് നമ്മൾ പറയാറ്. ഞാൻ ഇപ്പൊ വരുമ്പോൾ തന്നെ ജസ്റ്റ് എൻ്റെ ഫോണിൽ 2025 ഒരു എന്താ പറയാ ഫ്യൂച്ചർ ആയിട്ടുള്ള ജിഗാ പ്രൊജക്ട്സ് മാത്രം ഞാൻ സെർച്ച് ചെയ്തു. സോ നമുക്കറിയാം സൗദിയിലാണെന്നുണ്ടെങ്കിൽ വിഷൻ 2030 ഉണ്ട്, ദെൻ വേൾഡ് കപ്പ് വരുന്നുണ്ട് 34, ദെൻ വിഷൻ 2040 ഉണ്ട്. അത് അധികമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ 2030 ഡെയിലി ടൈപ്പ് ചെയ്യണ്ടെന്നുള്ളത്. ബട്ട് അതിന്റെ ഓൾറെഡി ഡ്രോയിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈവൻ സ്റ്റേഡിയം ഐ ബിലീവ് 8 to 12 സ്റ്റേഡിയംസ് വരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ അപ്രോച്ചിങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഓഫ് കോഴ്സ് അത് വേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വിഷൻ 2040, അതായത് കുറച്ചും കൂടി ഔട്ടർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അൽഹയില്, അബഹ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യാൻ പോകണം. വിഷൻ 2030 നമുക്കറിയാം നിയോം പ്രൊജക്ട്, അതുപോലെ തന്നെ ജിദ്ദ സെന്റർ, റെഡ് സി അങ്ങനെയുള്ള പ്രൊജക്ട്. ഞാൻ അത് അല്ലാത്ത ഞാൻ ഇപ്പൊ നോക്കുകയായിരുന്നു അതല്ലാത്ത ഏതൊക്കെ പ്രൊജക്ട്സ് ഉണ്ട് എന്നുള്ളത്. സോ ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ മസ്ദ സിറ്റി എക്സ്പാൻഷൻ ഉണ്ട് UAE, അതെടുക്കണ്ട്. ഇപ്പൊ നമുക്കിപ്പോ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അമരാവതി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ഒരു വലിയൊരു പ്രൊജക്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ടെക് ഹബ് വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കും. കൺസ്ട്രക്ഷൻ എന്തായാലും അതിനൊരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യണമെങ്കിലും അതിലൊരു കൺസ്ട്രക്ഷൻ നിൽക്കുകയാണ്. ഈവൻ നവീൻ പറഞ്ഞതുപോലെ നമ്മളുടെ നോളജ്, എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ CV ആക്കാറ്, സാർ എനിക്ക് ജോബ് കിട്ടുന്നില്ല. ഞാൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആണ്, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയെ പറ്റി എത്രത്തോളം അറിയാം. സോ അത് ചോദിക്കുമ്പോൾ ബ്ലാങ്ക് ആണ്. സോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ഇൻഡസ്ട്രീനെ പറ്റി അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 100% പറയാൻ പറ്റും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബ് സേഫ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇവൻ എൻ്റെ കമ്പനിയിലാണെങ്കിൽ പോലും എനിക്ക് ഡെയിലി ഓപ്പണിംഗ് ഇട്ടിരിക്കുകയാണ്. എനിക്ക് 100, 500, 1000 CV വരുന്നതിൽ ഞാൻ അവസാനം സെലക്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് ചില ഓപ്പണിങ്ങിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ CV കാണിക്കുന്നതായിരിക്കില്ല ഇവര് പറയണത് അല്ലെങ്കിൽ ഇവർ പെർഫോം ചെയ്യണത്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയെ പറ്റി അറിയില്ല. സിവിൽ പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ആ നോളജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ നോ എവരിത്തിങ് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാലോ മറ്റേ ഒരു സിനിമയില്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബിടെക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നു നോക്കുമ്പോൾ അതല്ല ആക്ച്വലി വേണ്ടത്. സ്പെഷ്യലൈസ്ഡ് നമുക്ക് അതിൽ വേണ്ട കോർ നോളജാണ് വേണ്ടത്. മറ്റേ ഒരു സിനിമയിൽ മറ്റേ CD റേറ്റ് ചെയ്യാൻ അറിയാം, ഫ്ലോക്ക് റേറ്റ് ചെയ്യാൻ അറിയാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇൻഡസ്ട്രിയിൽ എനിക്ക് അത് മതി എന്നുള്ളത്.
സോ ആ ഒരു നോളജ് പല ആൾക്കാർക്കില്ല. എനിക്ക് ഇത്ര റോക്കറ്റ് സയൻസ് അറിയാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ബട്ട് വി ഡോണ്ട് വാണ്ട് റോക്കറ്റ് സയൻസ്, വി നീഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു അപ്സ്കില്ലിങ് ആൾക്കാർക്ക് വരുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ. ഓക്കെ, അതാണ് എനിക്ക് ഇതിലേക്ക് ഒരു ഫീൽ ആയിട്ട് വരുന്നത്. അതുപോലെ സന്തു സാർ എന്താ ആഡ് ചെയ്യാനുണ്ടായിരുന്നു? അതെ, പറഞ്ഞ നമ്മളൊക്കെ അറിയാം കോവിഡ് ആ സമയത്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു 2020 ആ പീരീഡിൽ ഒരു താഴെയായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GDP നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ആ സ്ലാൻഡിങ് ആയിട്ടുള്ള അതാണുള്ളത്. അത് മിഡിൽ ഈസ്റ്റിലെ GDP കണക്കനുസരിച്ചിട്ടാ അത് എല്ലാ കൺട്രിയിലും മിഡിൽ ഈസ്റ്റിൽ ഏത് ഇതാണെങ്കിലും ഖത്തറാണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും സൗദിയിലാണെങ്കിലും UAE ആ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവരുടെ GDPയുടെ 14% അവരുടെ ഈ കൺസ്ട്രക്ഷൻ മാത്രമായിട്ടുള്ള. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് റെസിഡൻഷ്യൽ ആ ബിൽഡിങ്ങിന് നമ്മുടെ 45 ആ ഫീൽഡിൽ 49% ഉണ്ട് ഇന്ത്യയുടെ അടുത്ത്. വലിയ ഗ്രോത്ത് ആണ്. അത് മാത്രമല്ല വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞായിരുന്നല്ലോ ഈ അപ്സ്കില്ലിങ്ങിന്റെ പ്രാധാന്യം. കാരണം ഞാൻ മിഡിൽ ഈസ്റ്റ് ഇവിടെ ബഹറിലായിരിക്കുമ്പം എൻ്റെ അടുത്ത് ഇവിടുന്ന് വരുന്ന ചില ഫ്രീ വിസ അല്ലെങ്കിൽ അതുപോലെ റിലേറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ ചിലരൊക്കെ നല്ല പൊട്ടൻഷ്യൽ നല്ല മാർക്കൊക്കെ മേടിച്ചാൽ, പക്ഷെ നമുക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫീൽഡുമായിട്ട് ഇച്ചിരി ഫെമിലാരിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ എടുക്കത്തുള്ളൂ. കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ ചാൻസ് എടുക്കത്തില്ല. കാരണം ഒരു പ്രോജക്റ്റ് അവാർഡ് ചെയ്യുന്നുണ്ട് ആ ഫീൽഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഫീൽഡ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം, എന്നാലേ നമ്മൾ അവരെ സെലക്ട് ചെയ്യത്തുള്ളൂ. എത്രയോ സ്റ്റുഡൻറ്റ് നല്ല ബ്രൈറ്റ്, പക്ഷേ ഈ ഫീൽഡ് നമ്മളുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ബ്ലാങ്കാ ബേസിക്കലി, മനസ്സിലായില്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ഈ സമയത്താണ് ഞാൻ ഈ അപ്സ്കില്ലിങ്ങിന്റെ അത് ഓർക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഈ അപ്സ്കില്ലിങ്ങിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ എന്തോ വേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്ലേസ്മെന്റ് ഇത്രയും കൂടിയത് തന്നെ, മനസ്സിലായി? അല്ലെങ്കിൽ ഇത്രയും കൂടത്തില്ല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തോ അതിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചാണ് നമ്മുടെ ആ മോഡ്യൂളെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പാസ്സായി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെഡി ടു ഫൈറ്റ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഇപ്പൊ ഇന്റർവ്യൂ ഇത് അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആൾറെഡി നോളജ് അവർ ചോദിക്കുന്ന അത് രീതിയിലായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമുക്ക് ആ അപ്സ്കിൽ കൊണ്ട് നോളജ് കിട്ടിയത്. അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ആ ജോബ് കിട്ടാൻ വേണ്ടി ചാൻസ് വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ 500 ടാർഗറ്റ് ഇനിയും 1500 ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത് കിട്ടുകയും ചെയ്യും ആക്ച്വലി ബേസിക്കലി. എനിക്ക് ഇതിന് സന്തോഷ് സാർ പറഞ്ഞതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പം മിഡിൽ ഈസ്റ്റിലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഗ്രോത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും വളരെ വലിയ ഗ്രോത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 50 yearsൽ ഇന്ത്യയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്സിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെയും 3x പ്രൊജക്ട്സ് ആണ് നെക്സ്റ്റ് 10 years വരാൻ പോകുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിലത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കൾച്ചർ എല്ലാം മാറി. ഇപ്പോൾ മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് കൾച്ചറുകളിൽ നിന്ന് മാറി ഷോപ്പിംഗ് മാൾസിലോട്ട് മാറി. അപ്പോൾ വലിയ കൺസ്ട്രക്ഷനിലോട്ട് പോവുകയാണ് ഇൻഡസ്ട്രി. അതേപോലെ തന്നെയാണ് അർബനൈസേഷൻ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ ഇനി ഹൈ റൈസ് ബിൽഡിങ്ങുകളിലോട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വരുന്നത് ആഫ്റ്റർ കോവിഡിന് ശേഷം വരുന്നത്. ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഗ്രോത്തും ഒരേ ഇൻലൈൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇനി വരുന്ന അപ്കമിങ് ഇയേഴ്സിൽ വളരെ വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഗ്രോത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം, നമ്മളിപ്പോൾ കമ്പനികളൊക്കെ റൺ ചെയ്യുന്ന നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ അൺഎംപ്ലോയ്മെൻ്റ് അല്ല, അൺഎംപ്ലോയബിലിറ്റിയാണ്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുള്ള പ്രൊഫഷണൽസിനെ നമുക്ക് കിട്ടുന്നില്ല. പഴയ സിസ്റ്റം ഒന്നുമല്ല, ഫാസ്റ്റ് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളാണ്. അതിലോട്ട് ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ടെന്ന് വെച്ച് പണി പഠിപ്പിക്കാനൊന്നും ഇപ്പം ആർക്കും സമയമില്ല, ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് ഇനി ഫ്യൂച്ചറിലോട്ട് ആവശ്യം. അതുകൊണ്ട് തന്നെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക, കരിയർ സേഫ് ആക്കുക എന്നുള്ളത് ഇനി വരുന്ന ഫ്യൂച്ചറിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഫഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ
ഫീൽഡിലോട്ട് നമുക്ക് പോകണം. എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമ്മൾ അപ്പോൾ അവിടെ അപ്സ്കില്ല് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ മാസ്റ്റർ ആയിരിക്കണം ആ ഒരു ടോപ്പിക്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു സോഫ്റ്റ്വെയർ അറിയാമെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ A to Z നമ്മളതിൽ പഠിച്ചിട്ടുണ്ടാവണം. അത് ഇൻഡിവിജ്വലി ഇപ്പോൾ ഒരാൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻപുട്ട് എന്താണ് കൊടുക്കേണ്ടത്, അതിലെന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്തൊക്കെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഞാനിപ്പോൾ തുറന്നു വെച്ചിട്ട് എനിക്ക് ഫുള്ളി ബ്ലാങ്ക് ആണ്. ഞാൻ അത് തുറന്നു വെച്ചിട്ട് ഞാൻ ഓരോ ടൂൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മേ ബി ഐ ക്യാൻ സ്റ്റഡി ഓരോ ടൂളിന്റെ പർപ്പസ് ഇതാണ്. ബട്ട് ഹൗ ഒരു കോംപ്ലക്സ് ഒരു ബിൽഡിംഗ് എന്നൊരു കോംപ്ലക്സ് ഫിനോമിനോണിറ്റി വരുമ്പോഴേക്കും ഈ ഓരോ ടൂളും എങ്ങനെയാണ് മേർജ് ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇൻഡിവിജ്വൽ പേഴ്സണ് ഒരിക്കലും പറ്റത്തില്ല. ഒരു പ്രോപ്പർ മെന്ററിങ് ഉണ്ടാവണം, ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഫഷൻ ഉണ്ടാവണം. ഇവരെല്ലാവരും അയാളെ ഗൈഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് എന്താ പറയുക, ഒരു നല്ലൊരു എഞ്ചിനീയറിനെ വാർത്തെടുക്കാനായിട്ട് ഒരു മെന്ററിനെ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാകുന്നില്ല. മേ ബി അക്കാഡമിക്കൽ ലെവലിൽ കോളേജിൽ നിന്ന് പഠിക്കുന്നതല്ല. അതുകൂടാതെ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് കിട്ടിയാണ് വളരേണ്ടത്. സോ ദാറ്റ് ഇസ് മൈ ഐഡിയ. ഷൈമൻ സാർ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക്കിന്റെ ഒരു ഡെവലപ്മെന്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾക്കൊരു 10 വർഷം മുമ്പേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് പറയുകയാണെങ്കിൽ ഇവൻ എൻ്റെ ഉപ്പയുടെ ആ ഒരു ടൈമിലൊക്കെ നമുക്കൊരു മേസനെ വിളിച്ചിട്ട് ഒരു പെൻ ആൻഡ് പേപ്പറിൽ വരച്ചിട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. അത് എല്ലാവരും അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ദെൻ ഒരു വീട് എന്ന് പറയുന്നത് 2000 3000 ആ ഒരു ഏരിയയിലുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു 6000 8000 12,000 20,000 ആ സ്ക്വയർ ഫീറ്റിലേക്കുള്ള വീടുകളാണ് വരുന്നത്. അതില് എന്താ പറയാ, ക്ലൈന്റ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്, കോൺട്രാക്ടർ മേസനെ വിളിച്ച് പണിയെടുപ്പിക്കുന്ന ആ ഒരു കൾച്ചറേ മാറി. ഇപ്പൊ അവർക്ക് എന്താ വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള PMC വേണം, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വേണം, അതിന്റെ ബില്ലും ഒക്കെ പ്രൊഫഷണൽ ആയിരിക്കണം. എന്താ പറയാ, ശനിയാഴ്ച ഡെയിലി വൈകുന്നേരം പൈസ കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ മാറി. സോ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ഇൻഡസ്ട്രി എത്രത്തോളം ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു നമുക്കറിയാം, ആ ഒരു ബേസിക് ആ ഒരു ലേബർ ക്ലയന്റ് റിലേഷൻഷിപ്പ് മാറിയിട്ട് ക്ലയന്റ് പ്രൊഫഷണൽസ് ദെൻ സൈറ്റ് ടീം എന്നുള്ള ആ ഒരു ഡെവലപ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. ബേസ് മുതൽ, അതായത് വീട് മുതൽ മാറിയിട്ടുണ്ട്. again എനിക്ക് ആഡ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ നമുക്ക് ഉണ്ട്. ഓക്കെ, ഫ്യൂച്ചർ നമുക്ക് കാണുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ കാണുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട്. ദ തിങ് ഈസ്, നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു ജോബ് നോക്കുന്ന ഒരാൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൈയിലേക്ക് എടുക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റീസ് ഉണ്ടോ, ലൈക്ക് ക്യാൻ ഹി ഹാൻഡിൽ ദാറ്റ് പ്രൊജക്ട്, ആ ഒരു അപ്സ്കില്ലിങ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോരുത്തരും ജോബ് നോക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആ ഒരു കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി നോളജ്, ആ ഒരു അപ്സ്കില്ലിങ്, അത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആയിട്ടുള്ള നവീൻ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെന്ററിന്റെ അടുത്ത് നമുക്ക് കിട്ടുമ്പോൾ അവരാണ് നിങ്ങളെ നാളെ ഗൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ലേണിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജോബ് കിട്ടും. കാരണം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷന്റെ ഫ്യൂച്ചർ അവിടെ കിടക്കുന്നുണ്ട്. വി ജസ്റ്റ് നീഡ് ടു തിങ്ക് അബൌട്ട് നമുക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്കിൽഡ് ആണോ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ക്രാക്ക് ചെയ്യാനുള്ളതാണ്. അത് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർക്ക് സ്കൈസ് ദ ലിമിറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഫ്യൂച്ചർ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും. കരിയർ അതുകൊണ്ട് കരിയർ ഗ്രോ ചെയ്യാം. അതിന് നമുക്ക് 100% അല്ല 200% പറയാൻ പറ്റും. 2025 ഡിസംബറിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മിനിമം 1500 ആൾക്കാർ ജോബിലേക്ക് കയറിയിട്ടുണ്ടാവുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കില്ല്, ആ ഒരു ഗൈഡൻസ് ആണ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് അതിലേക്ക് എത്തും. കാരണം ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നതുകൊണ്ട് കിട്ടുന്നുള്ള 100% ആണ്. ഓക്കെ, ഇതിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ പ്ലേസ്മെന്റ് മാത്രമാണ് പറഞ്ഞത്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ജോലിയിലോട്ട് കയറിയവർ. പക്ഷെ നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള കുറേ കാൻഡിഡേറ്റ്സ് അവരവരുടെ പുതിയ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ അവരുടെ കരിയർ പുതിയ പൊസിഷനിലോട്ടും പുതിയ പാക്കേജുകളിലോട്ടും കരിയർ ഗ്രോ ചെയ്യുന്നുണ്ട്. അതും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വളരെ കൂടുതലാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്ക് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് കുറേ പേര് അവരുടെ പൊസിഷൻസ് ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ പുതിയ പുതിയ പൊസിഷനിലോട്ടും പുതിയ പുതിയ കമ്പനികളിലോട്ടും
സീനിയർ പൊസിഷനിലോട്ടൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൈഡൻസോട് കൂടിയിട്ട്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനായിട്ട് ഷൈമൺ സാറ് പറഞ്ഞിരിക്കുന്നതിനോട് ഒരു ആഡ് ഓൺ കൂടെ ഉണ്ട്. നമ്മുടെ അഡ്വാൻറ്റേജ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൻ്റെ ആ കോഴ്സ് നമ്മളത് ഈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. കാരണം നമ്മൾ ഇൻട്രാക്ഷൻ, നമ്മുടെ സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നതന്നെ പലപ്പോഴും സാറേ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതോടെ ഇത് ചെയ്യുമോ, അതനുസരിച്ച് നമ്മൾ ആ കരിക്കുലം നമ്മുടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അത് ഈ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആവുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളത്. സോ മാർക്കറ്റിൽ എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്താണോ വേണ്ടത്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. അഗെയിൻ എനിക്ക് കൺക്ലൂഡ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 100x ആയിട്ട് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുകയാണ്. വി ജസ്റ്റ് നീഡ് ടു തിങ്ക് അബൌട്ട് നമുക്ക് ആ ജോബ് ക്രാക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ ആ ജോബ് കിട്ടാൻ വേണ്ടി അപ്സ്കില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു അപ്സ്കില്ലിങ് നമുക്ക് ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് ദ ഓപ്പർച്യൂണിറ്റീസ്. ആരാണെങ്കിലും ആ ഒരു അപ്സ്കില്ല് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോബ് കിട്ടും. നെക്സ്റ്റ് ഇയർ 2025 നമ്മൾ വീണ്ടും ഇരിക്കും. അപ്പൊ നമ്മൾ മിനിമം 1500 എന്നുള്ള ഓപ്പർച്യൂണിറ്റിയിലായിരിക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ജോബ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.